ഹായ് നമസ്കാരം. പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പള്ളിക്കരയിലുള്ളൊരു 4 ബെഡ്റൂം ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളാണ്. ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീട് വരുന്നത് ഏകദേശം 5 സെൻറ്റ് സ്ഥലത്തെ 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും അതേപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടിയിട്ടാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും 8.5 കിലോമീറ്ററും അതുപോലെ തന്നെ പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും വെറും 2.5 കിലോമീറ്ററും മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കൊളോണിയൽ ടൈപ്പ് എലിവേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഭംഗിയുള്ളൊരു ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മുറ്റത്തിലേക്കാണ്. ഏകദേശം 2-3 കാറുകൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് മുറ്റത്തിന് ലഭിക്കുന്നുണ്ട്. വീടിന് ചുറ്റുപാടും വേണ്ടതായിട്ടുള്ള സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റുപാടും ഇൻ്റർലോക്ക് കട്ടകളും വിരിച്ചിട്ടുണ്ട്. വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണർ വെള്ളവും അതുപോലെ തന്നെ തൊട്ടടുത്ത് വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. വളരെ വീതിയുള്ളൊരു സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. അവിടെ ഗ്രാനൈറ്റുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് മഹാഗണിയിലാണ്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു TV യൂണിറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ആ ഒരു ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു വാഷിംഗ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. ഒരു ലൈറ്റ് ബ്ലൂ കളറിലുള്ള ഒരു കബോർഡ് വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കുന്നുള്ളൊരു ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ അത്യാവശ്യം സൗകര്യമുള്ളൊരു വർക്ക് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഏകദേശം 142 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബെഡ്റൂമാണത്. ഫോൾ സീലിംഗ് വർക്കുകളും വാർഡ്രോബും നൽകിയിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കുകളും വാർഡ്രോബും നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നിർമ്മിക്കാനായിട്ട് ഗ്ലാസും SS-ൻ്റെ സ്ക്വയർ പൈപ്പുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാളിലേക്കാണ്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലുപ്പത്തിലുള്ള റൂം തന്നെയാണ്. വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. വാർഡ്രോബ് നൽകേണ്ടത്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിനെ കൂടാതെ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നുമാണ് ടെറസിലേക്ക് പോകുന്ന സ്റ്റെയറും മറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
കാക്കനാടുമായിട്ട് ബന്ധപ്പെട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ്. ഫ്ലഡ് ബാധിക്കാത്ത വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. അത് തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ്. വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെയുള്ള നല്ല നല്ല വീടുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.